ഒരു ഡിസ്ക്രിപ്റ്റീവ് ബ്രാൻഡ് നെയിം എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രൈബിങ് ദി ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഇൻറ്റൻഡഡ് പർപ്പസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെയോ ആവശ്യകത എന്തെന്നുള്ളതോ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്നോ എന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദങ്ങൾ, അത്തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പദങ്ങൾ തന്നെ ബ്രാൻഡ് നെയിമായിട്ട് ഇടുകയാണെങ്കിൽ അത്തരം ബ്രാൻഡ് നെയിംസിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ബ്രാൻഡ് നെയിംസ് എന്ന് വിളിക്കുക. ഇനിയിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ബ്രാൻഡ് നെയിംസിൻ്റെ ഗുണഗണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ബ്രാൻഡ് നെയിംസിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന ഉദാഹരണങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ പേപാൽ, അതല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ഡ്രോപ്പ് ബോക്സ്, ദ ബോഡി ഷോപ്പ്, ഓൾ ഫുഡ്സ് എന്നൊക്കെ പറയുന്ന ട്രേഡ് നെയിംസ്, ബ്രാൻഡ് നെയിംസ്. പേപാൽ നമുക്കറിയാം US ബേസ്ഡ് ആയിട്ട് ഓൺലൈൻ മണി ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്, ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സിന് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഓൺലൈൻ വീഡിയോ സ്ട്രീമിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവീസ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ട്രേഡ് നെയിമാണ്. അതുപോലെ തന്നെ ദ ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US ബേസ് തന്നെയാണ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബോഡിക്കും ഫേസിനും ഹെയറിനും ഇത്തരത്തിൽ നമ്മുടെ ഹെയർ, ബോഡി, ഫേസ് ഒക്കെ പോലുള്ള ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ്, അതുപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ദ ബോഡി ഷോപ്പ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടി, എന്ത് ബിസിനസ്സിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് നമുക്ക് സൂചന നൽകുന്ന രീതിയിലുള്ള പേരുകളാണ്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മിൽക്ക് പ്രോഡക്ട്സിന്, മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന്, നമ്മുടെ തൈരാവട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മിൽക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ബിവറേജസോ, അതുമല്ലെങ്കിൽ നമുക്കിപ്പം അവൈലബിൾ ആയിരിക്കുന്ന മിൽക്ക് അഡീഷണൽ ആയിട്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒക്കെ മിൽക്ക് ബേസ് ചെയ്തിട്ട് വരുന്നല്ലോ, അത്തരത്തിലുള്ള സംഭാരമോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, ഇത്തരത്തിലുള്ള പ്രോഡക്ട്സിന് മിൽക്ക് എന്നോ അല്ലെങ്കിൽ മിൽക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മിൽക്ക് ബേസ്ഡ് പ്രോഡക്റ്റ് ആണെന്ന്. അത്തരത്തിൽ സൂചകങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പദങ്ങൾ തന്നെ നമ്മൾ ബ്രാൻഡ് നെയിം ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് നെയിംസ് അല്ലെങ്കിൽ ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ സാധാരണ ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്ത ട്രേഡ് മാർക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്രത്തോളം ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റിന്റെ ആവശ്യം എന്താണെന്നുള്ളത് മാർക്കറ്റിലേക്ക് പെട്ടെന്ന് തന്നെ കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അതുകൂടാതെ അത് പിന്നെ സെർച്ച് എഞ്ചിനിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ചി ആയിട്ട് അത് ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കീ വേർഡ്സ് ഉപയോഗിച്ചാണ് സെർച്ച് ചെയ്യുക എന്നുള്ളതുകൊണ്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സെർച്ച് എഞ്ചിനിൽ അത് പെട്ടെന്ന് തന്നെ വിസിബിൾ ആവും എന്നുള്ള അർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് മാർക്കുകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി ദോഷവശങ്ങളുണ്ട് ഇതിന്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ട്രേഡ് മാർക്കുകൾ ലീഗലി പ്രൊട്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് വിൽ ബി ഹാർഡ് ടു പ്രൊട്ടക്ട് ദ ട്രേഡ് മാർക്സ്, ഡിസ്ക്രിപ്റ്റീവ് മാർക്സ് ലീഗലി.